Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മൾ ഹരിയാലി അല്ലെങ്കിൽ ഗ്രീൻ കളർ ചിക്കൻ ടിക്കയാണ് ഉണ്ടാക്കാൻ പോണത്. അത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗ്രില്ലിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കതിൻ്റെ മാരിനേഷൻ റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 6 പച്ചമുളക്, ഓരോ പിടി ഏകദേശം ഒരു 1/2 കപ്പ് വരും പുതിന ഇല, മല്ലിയില. ഇതോടൊപ്പം 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഞാനിതിലിടുന്നത്. നിങ്ങൾക്ക് പൊടിയില്ലെങ്കിൽ ഫ്രഷ് ജീരകം ഇട്ടാൽ മതി, നമുക്ക് പൊടിച്ച് കിട്ടുമല്ലോ എന്തായാലും. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി നന്നായിട്ട് കയ്യിലിട്ടൊന്ന് പൊടിച്ച് അതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ചിക്കൻ എടുക്കാം. ഒരു 750 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പീസായിട്ട് അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം മിനിമം 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. മിനിമം സമയമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഇവിടെ നമ്മൾ എല്ലാ ചിക്കനും മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുന്നെങ്കിലും പുറത്തെടുത്ത് വെച്ച് വല്ലാതെയുള്ള തണുപ്പൊന്ന് വിട്ട് മാറിയതിന് ശേഷം വേണം കുക്ക് ചെയ്യാൻ. ഞാനൊരു കാസ്റ്റ് അയൺ പാനിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കാസ്റ്റ് അയൺ ഇല്ലെങ്കിൽ ഒരു സാധാരണ നോൺ സ്റ്റിക്ക് പാൻ എടുത്താൽ മതി. അത് നന്നായിട്ട് അതിൻ്റെ ബേസ് എണ്ണ കൂട്ടുക, എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി ഒരു തരി ഉപ്പും കൂടി വെതറിയിട്ട് നമ്മൾ ചിക്കൻ പീസസ് അതിൽ അറേഞ്ച് ചെയ്യണം. നല്ല ചൂടിൽ അതിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് തീ കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. അപ്പോൾ അതിൻ്റെ തൊട്ട മുന്നേ ആയിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ ചിക്കനും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ആദ്യം മറ്റേ സൈഡ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രില്ല് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ട് ഹൈ ഹീറ്റ് വെച്ച് കരിയാതെയും ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രഡീഷണൽ ആയിട്ടുള്ള ചിക്കൻ ടിക്കയുടെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്തത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.